ഡോക്ടർ എസ് സമ്പത്ത്, ഇപ്പോഴത്തെ ഈ വിജിലൻസ് കോടതി വിധിയോടെ മുഖ്യമന്ത്രിയും മകളുമൊക്കെ കുറ്റവിമുക്തരായോ? കാരണം ആ രീതിയിലാണ് CPM-ന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിൽ ഇതിൻ്റെ ഈ വോട്ടെടുപ്പ് നടക്കുന്നതിൻ്റെ മുന്നോടിയായി ഇത്തരത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ വേട്ടയാടുന്നത്, ഇങ്ങനെ ഒരുപാട് കേസുകൾ നേരത്തെ തന്നെ പല കാര്യങ്ങളും അദ്ദേഹത്തിനെതിരായി ഇങ്ങനെ എന്തെങ്കിലും പറയുക. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നതിൽ വേറൊന്നും വിചാരിക്കരുത്. ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പ്രസിദ്ധമായ നോവലിൽ ഒരു കഥാപാത്രമുണ്ട്. ഈ ഉണ്ടകടൻ അന്ത്രുവിൻ്റെ കെട്ടിയോള് താച്ചി മുതൽ മനയ്ക്കലെ ലക്ഷ്മിക്കുട്ടി വരെ ഈ ഗർഭിണിയായതിൻ്റെ എല്ലാം ഉത്തരവാദി ഞമ്മളാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ചില ആളുകൾ ഇത്തരത്തിൽ ഈ വഴിയെ പോകുന്ന സ്ത്രീകളെ വല്ലാതെ ഈ മോശപ്പെട്ട നിലയിൽ പറയുന്നത് പോലെ അങ്ങനെ CPIM-നെ വകവരുത്തി കളയാം. ആരെപ്പറ്റി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ നേതാവ് പിണറായി വിജയനെ പറഞ്ഞാൽ, അല്ല സഖാവ് പിണറായി വിജയനെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകളെ കൂടി പറഞ്ഞാൽ തീരുന്നില്ല. നമ്മൾ ഈ ചർച്ച നടക്കുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ചെറുമകനെ, നിക്കറിട്ട പ്രായത്തിലുള്ളൊരു കുട്ടിയെ, ഇപ്പം ഞാനിത് പറയുന്നതിൻ്റെ കാരണം ഈ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ചില ചങ്ങാതിമാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് 3 വയസ്സ് തികയാത്ത സമയത്ത് കരുതൽ തടങ്കൽ നിയമപ്രകാരം കിടക്കപ്പായിൽ നിന്ന് എൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി 1.5 വർഷത്തിന് ശേഷം കാണേണ്ടി വന്നൊരു പഴയ കുട്ടിയാണ്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ എന്തിനാണെന്നുള്ളതും ജയിലിൽ കിടന്നപ്പോൾ എന്തിനാണെന്നുള്ളതും അന്നും അറിയില്ലായിരുന്നു. ഞാനത് സാന്ദർഭികമായി പറഞ്ഞതാണ്. ഇവിടെ ഈ വിജിലൻസ് കോടതിയിൽ ഒരു വക്കീലായിട്ടുള്ള നിയമസഭാംഗം, ഞാൻ അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രത്തെക്കുറിച്ചൊന്നും ഇവിടെ പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചും വേറൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ തൊഴിൽ കൊണ്ടൊരു അഭിഭാഷകനാണ്. ഒരു അഭിഭാഷകൻ തന്നെ കോടതിയിൽ ഹർജിക്കാരനായിട്ട് വരികയാണ്. പെറ്റീഷണറായിട്ട് വരുമ്പോൾ ഇത് ആരന്വേഷിക്കണമെന്നുള്ളതാണ്. എന്താണ് പ്രെയർ? അതാണ് എൻ്റെ ഒരു വിനീതമായ ചോദ്യം. കോടതി ഇത് പറഞ്ഞത് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് 30 പേജുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ്, 30 പേജുള്ള വിധിന്യായമാണ്. ആ വിധിന്യായത്തിൽ രമേശ് ചെന്നിത്തല വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതുപോലെ തന്നെ മനോജ് എബ്രഹാം വേഴ്സസ് PB ചന്ദ്രശേഖരൻ, അങ്ങനെ ചില കേസുകളടക്കം അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ചില ജഡ്ജ്മെൻറ്റിനെ സംബന്ധിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. കോടതി തന്നെ ആവശ്യപ്പെട്ടതുപോലെ സമയം കൊടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ കോടതിയിൽ ഒന്ന് വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറയുക, മറ്റത് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന് പറയുക. ഇത് സംബന്ധിച്ചുള്ള ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഈ വേറെ എന്തെങ്കിലും ഇതിനകത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു തർക്കത്തിനൊന്നുമല്ല. ഇത് കേരളകൗമുദി ദിനപത്രമാണ്. ഈ കേരളകൗമുദി ദിനപത്രം എന്തായാലും ഞങ്ങൾക്ക് അനുകൂലമായി എഴുതുന്ന ഒരു പത്രമല്ലല്ലോ. ഇതിനകത്ത് എന്താ കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ കുഴൽനാടൻ. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ചില കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ CPM-ൻ്റെ പ്രകൃതി ഇങ്ങനെ ആശ്വസിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നുമല്ല. കോടതിയിൽ നിയമപരമായ പോരാട്ടം നടത്തുക എന്നുള്ളത് ഏത് കേസിലും അത്തരത്തിൽ അവരുടേതായ അവകാശമാണ്. അതാർക്കും എടുത്തു കളയാൻ കഴിയുന്ന കാര്യമല്ല. ഞാനിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബന്ധുക്കൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഒരാൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ 1971 ആ കൊലപാതകം രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട്, രാഷ്ട്രീയ കൊലപാതകം മാറ്റിക്കൊണ്ട് കരുണാകരൻ്റെ ഗവൺമെൻറ്റൊക്കെ വന്നപ്പോഴാണ് അത് അത്തരത്തിൽ അതിലെ 3 പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് കേരള ഹൈക്കോടതി അടക്കം. എന്നിട്ട് അവരെ ഒഴിവാക്കിയില്ല. ഈ കാര്യത്തിൽ അവരെ അതിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് വിടുതൽ ചെയ്തില്ല. സുപ്രീം കോടതി വരെ പോയി. 3 കൊല്ലം ഈ പാവപ്പെട്ട ആളുകൾ ജയിലിലടക്കം കഴിഞ്ഞു. ഇവിടെ ഈ ആരെക്കുറിച്ചും എന്ത് ആരോപണം ഉന്നയിക്കുക, മാസപ്പടി കേസാണ് എന്നുള്ള നിലയിൽ പറയാം. കോടതി തന്നെ ചോദിക്കുകയാണ്, ഇതിനകത്ത് പറയുമ്പോൾ ഇതിനകത്ത് അക്യൂസ്ഡ് ആയിട്ടുള്ള 1-2 അങ്ങനെ കുറേ പേരുടേതെല്ലാം ഇതിനകത്ത് 2 കമ്പനികൾ തമ്മിലുള്ള ഒരു കരാർ, അത് സമ്മതിക്കുമല്ലോ. 2 കമ്പനികൾ തമ്മിലുള്ള ഒറ്റ സെക്കൻഡ് 2 കമ്പനികൾ തമ്മിലുള്ള ശ്രീ കോട്ടാത്തല ഇവിടെ ചോദിച്ചു എന്തിനു കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച്. ഞാൻ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ശ്രീ കോട്ടാത്തല എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് പണം നൽകിയാൽ ഞാൻ എന്താണ് അദ്ദേഹത്തിന് നൽകിയതായ ഉപദേശം എന്ന് ഞാൻ പറയണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾ തമ്മിലുള്ള കരാറിൻ്റെ ലംഘനമാണ്. അത് ഒരു പ്രൊഫഷണൽ എത്തിക്സിനെ നിരക്കുന്നതുമല്ല. ഇവിടെ ആദായ നികുതി കൊടുത്തിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളിൽ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഇത് കമ്പനി ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താതെയാണോ വെച്ചിട്ടുള്ളത്? ഇതിൽ കള്ളപ്പണത്തിൻ്റെതായ ഇടപാടുണ്ടോ? ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ശരി. അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്താണ് സേവനം നൽകിയതെന്ന് ഡോക്ടറുടെ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഫീസിൻ്റെ ഇനത്തിൽ പണം കൊടുത്തു.
പണം കൊടുത്തപ്പോൾ നമ്മൾ ആവശ്യപ്പെടുകയാണ്, ദൂരദർശനിൽ ചർച്ചയിൽ വന്നിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ്, ഈ ആശുപത്രിയിൽ ഈ ഡോക്ടർക്ക് അത്തരത്തിൽ ആ പേഷ്യൻ്റ് ഇങ്ങനെ പണം കൊടുത്തത് ആ മെഡിക്കൽ റെക്കോർഡ് മുഴുവൻ നമ്മളെ കാണിക്കണം എന്ന് പറയുന്നത് അത് എന്തിൻ്റെ പേരിലാണ്? സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയുടെ മകളാകുമ്പോൾ ചോദിക്കുമല്ലോ എന്ത് സേവനത്തിനാണ് എന്ന ചോദ്യം ഇപ്പോഴും കമ്പനിയോടാണ് ചോദിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ മകളാണെന്നുള്ളത് കൊണ്ട് ഇത്തരത്തിൽ ജനിച്ചിട്ട് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ആരുടെയെങ്കിലും മകളെയോ മകനെയോ പറയാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയാണ് താങ്കൾ പറയുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചെറുകുട്ടി ആയതുകൊണ്ട് നിക്കറിട്ട പ്രായത്തിൽ നടക്കുന്ന കുട്ടിയെ എന്തും വലിച്ചു കീറി ഒട്ടിക്കാമെന്ന് പറയുന്നതും ശരിയാണെന്ന് പറയേണ്ടി വരും. കാരണം ആ കുട്ടി മുഖ്യമന്ത്രിയുടെ ചെറുമകനാണ്. മനസ്സിലായില്ലേ? ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് അഹിതമായ കാര്യങ്ങളും കുട്ടികൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളും കുട്ടികളെ നിന്ദിക്കുന്ന നിലയിലുമുള്ള അത്തരത്തിലുള്ള പെരുമാറ്റവും പ്രവൃത്തിയും ചിന്തയും ഉണ്ടാവരുത് എന്നുള്ളത്. താങ്കൾ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചെറുമകനാണ്, അതുകൊണ്ട് ഇതും ആകാം എന്നുള്ളതാണ്. ഇവിടെ എന്താ കേസ് തോറ്റു. എന്തിന് പണം കൈപ്പറ്റി എന്നുള്ള ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പണം കൈപ്പറ്റിയതിനെ സംബന്ധിച്ച് അത് കമ്പനിയാണ്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യത്തെ സംബന്ധിച്ചാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ളത് ബന്ധപ്പെട്ട നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് വരട്ടെ. അതിന് കോടതിയിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും വരുമ്പോൾ കോടതിയിൽ ചലഞ്ച് ചെയ്യുക. ഞങ്ങൾ ഏത് വക്കീലന്മാരും എന്താണ് ആദ്യം കൊടുക്കുന്ന കൗണ്ടർ ഫിഡായിട്ട് ജൂറിസ്ഡിക്ഷൻ ഇല്ല, മെയിൻറ്റൈനബിൾ അല്ല, ഞങ്ങളെല്ലാം എഴുതുന്നതാണ്. വക്കീലാണോ ഇത് എഴുതിയിരിക്കും ഈ പറയുന്ന കാര്യത്തിൽ. അത് സിവിലായാലും ക്രിമിനലായാലും ഞങ്ങൾ വക്കീലന്മാർ എഴുതുന്നത് തന്നെയാണ്. അത് ഞങ്ങളുടെ തൊഴിലാണ് ഇത്തരം കാര്യത്തിൽ. ഏത് കക്ഷിയോടും പറയും ഇത് മെയിൻറ്റൈനബിൾ അല്ല, ഇതിന് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നുള്ളതിൽ. മറ്റെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. ഇവിടെ ഈ കാര്യത്തിൽ കോടതി ഇക്കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇട നൽകാതെ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തെ സംബന്ധിച്ച് ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ നടത്തിയിട്ടുള്ള ഈ കാര്യങ്ങളിലെല്ലാം കുഴപ്പമാണ് എന്ന് പറഞ്ഞാലേ, നിങ്ങൾ എവിടെയെങ്കിലും ഒരു കാര്യത്തെ എടുത്തിട്ട് പാല് വിഷം കലർന്നതാണ് എങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് നല്ലത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് മോശം എന്നുള്ള നിലയിലേക്ക് പറയാൻ പറ്റുമോ? ഇവിടെ അന്വേഷണം എല്ലാ രീതിയിലും അങ്ങനെ നടത്തി വരട്ടെ, ഒരു കുഴപ്പമില്ല. ഇവിടെ എന്താണ് ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് വരുന്നത്? രാഷ്ട്രീയമായി ഇക്കാര്യത്തെ സംബന്ധിച്ച് കോടതി ഇക്കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ, ജഡ്ജ്മെന്റിനകത്ത് വായിക്കുമ്പോൾ 30 പേജുള്ളതിനകത്ത് പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ ദുരുദ്ദേശമാണ് ഇക്കാര്യത്തിലുള്ളത്. കോടതിയുടെ വെളിയിൽ നിന്നിട്ട് വക്കീൽ വാദിക്കുകയാണ്. ഞാൻ നല്ല വാദമെല്ലാം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെ? കോടതിക്ക് വെളിയിൽ. കോടതിയിലല്ലേ പറയട്ടെ. ഇനി കോടതിയിൽ എല്ലാം പറയേണ്ട സമയത്ത് പറയുകയോ രേഖകൾ അത് കോടതി പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ കോടതിയിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ കോടതിയിൽ നിങ്ങൾ ഹാജരാക്കേണ്ടുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഹാജരാക്കുക എന്നുള്ളത് എന്തിൻ്റെ പേരിലാണ്, എന്ത് റിലേ ചെയ്തിട്ടാണ് ഒരു കോടതി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വരേണ്ടത്? അപ്പോൾ പറയണം നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ആശ്വാസം എന്നുള്ളതല്ല. ഇത് വാസ്തവത്തിൽ പോയിന്റ് ബ്ലാങ്കായി തന്നെ പറയാം, ഇത് ഒരു കാരണവശാലും നിലനിൽക്കാത്തതായിട്ടുള്ളൊരു കാര്യമാണ്. ആർക്കെങ്കിലും രാഷ്ട്രീയമായ വ്യക്തിവിരോധം തീർക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ കുറേ നാളുകൾ ഇത്തരത്തിലൊരു പുകമറ തീർത്ത് അത്തരത്തിൽ അത് നമുക്ക് ആനന്ദിച്ച് പോകാം. അത് ചില ആളുകളുടെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഇറ്റ്സ് റിഗാർഡിംഗ് ദ സൈക്ക്. അതിന് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ ക്യാൻ ഫീൽ പിറ്റി ഓഫ് ദം, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ.